ഞാനും അല്ലൂട്ടനുമില്ലേ ഒന്ന് പുറത്തു പോയതാണ്. വരുന്ന വഴിക്കേണ്ട കൊന്ന നല്ല അടിപൊളിയായിട്ടുണ്ട്. വിഷു വരുന്നതിന് മുന്നോടിയായിട്ട് കൊന്നയെല്ലാം പൂത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതാ ഞാൻ ഇന്നലെ പറിച്ച മാങ്ങയാണ്. അപ്പൊ ഇന്നലെ പറിച്ചിട്ട് അതുപോലെ തന്നെ വെച്ച് ഇന്ന് ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉപ്പിലിടാം. അപ്പൊ ഇതിനെ ഞാൻ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് നമുക്ക് ഉപ്പിലിടാം. നല്ല മഴ വരുന്നുണ്ട്, പക്ഷെ പെയ്യോന്നറിയില്ല കേട്ടോ. നല്ല മഴക്കാറ് കണ്ട ഇരുട്ട് പിടിച്ചിട്ട് വരുന്നുണ്ട്. നല്ല കാറ്റും. മഴ പെയ്തില്ല കേട്ടോ. ഈ കാറ്റിന് മഴ കൊണ്ടുപോകുമെന്നറിയില്ല. ഇരുണ്ട് മൂടി കെട്ട് നിൽക്കുന്നുണ്ട്. നല്ല കാറ്റും. സൂപ്പർ. അപ്പൊ ഇത് ഞാൻ മാങ്ങയിൽ ഇങ്ങനെ നല്ല മുറിച്ചിട്ടിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കുറെ ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തീരും. ഉപ്പിലിടേണ്ട താമസമില്ല. ഉപ്പ് പിടിക്കാനുള്ള ഒരു സമയം എന്തായാലും ഉണ്ടായി. അല്ലോട്ടം അപ്പളൊക്കെ തിന്നു. ഞാൻ മുറിച്ചിട്ട് വെക്കുന്നുണ്ട്. എത്ര ദിവസം ഉണ്ടാവുമെന്ന് കാണിച്ചതരേ. അപ്പൊ ഇതിങ്ങനെ ചെറുതായിട്ട് എന്താ പറയാ, ഒരു പഴുത്തിട്ടില്ല, എന്നാലും ഒരു പഴുക്കേണ്ട ഒരു സ്റ്റേജില്ലേ അതുപോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മാങ്ങ ഉപ്പിലിട്ടാലില്ലേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒരു മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടിയിട്ടുള്ള ഒരു നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പൊ ഞാൻ ഇതെല്ലാം കുറച്ചായിടുന്നുള്ളൂ കേട്ടോ. ഇതെല്ലാം ഞാൻ മുറിച്ചിട്ടിട്ട് ഉപ്പിലിട്ടിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതാ ഞാന് ഇത്ര ഉണ്ട്. ഇതിൽ ഇപ്പൊ തന്നെ ഓൻ തിന്നാൻ തുടങ്ങി കേട്ടാ. ഇനി ഇതാ ഞാൻ കുറച്ച് പച്ചമുളകും ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉപ്പ്. തിന്നാണ്ട ഉപ്പിടാം. വെറുതെ ഇങ്ങനെ ഒരു കാണാനൊന്നും ഇട്ട് കൊടുക്കുന്ന 2 ദിവസം കൊണ്ട് ഇത് തീരാൻ സാധ്യതയുണ്ട്. അയ്യോ, ഇനി ഇതില് വെള്ളം ഒഴിക്കണം. വെള്ളം എടുത്ത്. അപ്പൊ ഞാനില്ലേ വെള്ളം ഒഴിച്ച് വെച്ചിട്ടില്ല. ഇപ്പൊ തൽക്കാലം ഒഴിക്കുന്നില്ല. ഇതിന്റെ ഉപ്പിന്റെ വെള്ളം ഉണ്ടാവുമല്ലോ. 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് ബാക്കി ഉണ്ടെങ്കിൽ, അല്ലെ നാളെ ഉണ്ടെങ്കിൽ ഇത് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പൊ എന്റെ മാങ്ങ ഉപ്പിലിട്ട